Hi guys, welcome to Veranda Rees, Malayalam YouTube channel. So, ഇന്ന് നമ്മുടെ റെയിൽവേയുടെ റീസണിങ്, ദാറ്റ് ഈസ് SSC റെയിൽവേയുടെ റീസണിങ്ങിൽ നമുക്ക് റെയിൽവേക്ക് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻഇക്വാളിറ്റീസ് എന്ന് പറയുന്നത്. പക്ഷേ SSCയുടെ കാര്യം എടുക്കുമ്പോൾ അതങ്ങനെ ചോദിക്കാറില്ല. റെയിൽവേ ആണെങ്കിലും അതേപോലെ തന്നെ IBയുടെ എക്സാംസിലും ഒക്കെ മിക്കപ്പോഴും വരുന്ന ഒരു റീസണിങ്ങിലെ 2 ക്വസ്റ്റ്യൻസ് വല്ലതും ഇൻഇക്വാളിറ്റീസിൻ്റെ കാണും. സോ ഇന്ന് നമുക്ക് ആ ഒരു സെഷനാണ് ഇന്ന് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സിമ്പിൾസ് ഉണ്ടല്ലേ. കുറച്ച് ഏതൊക്കെയാണ് ആ സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, സോ സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾസ് ആണ്. എന്തൊക്കെയാണ്? ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈ ഉള്ള സിമ്പിൾസ് ഒക്കെ നമുക്ക് കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ഇനി ഈ സിമ്പിൾസിനെ നമുക്ക് ഇൻഇക്വാളിറ്റി റീസണിങ്ങിൻ്റെ വരുമ്പോഴത്തേന് നമുക്ക് രണ്ടായിട്ട് ഇതിനെ തിരിക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് അത് സെർട്ടീൻ ആയിട്ടുള്ള സൈൻസും ഒന്ന് അൺസെർട്ടൈൻ ആയിട്ടുള്ള സൈൻസുമാണ്. സെർട്ടൈൻ സൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് അവർ പറയുന്ന ആ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതിനെയാണ് സെർട്ടൈൻ സൈൻസ് എന്നും. ഇനി അൺസെർട്ടൈൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമുക്ക് രണ്ടെണ്ണം, ദാറ്റ് ഈസ് ഇവിടെ നോക്കി സെർട്ടൈനും അൺസെർട്ടൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാക്കിൽ തന്നെയുണ്ട് എന്ത് ചെയ്യുന്നത്, അത് സെർട്ടൈൻ ആണോ അൺസെർട്ടൈൻ ആണോ എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ പറയാൻ പറ്റുമോ ഇതാണ് ഇതിന് മീൻ ചെയ്യുന്നതെന്നോ. അല്ലെങ്കിൽ അൺസെർട്ടൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തത്. സോ ഈ 2 സൈൻസാണ് ഇൻഇക്വാളിറ്റീസിൽ നമുക്ക് മെയിൻലി ഉള്ളത്. ബാങ്കിനാണെങ്കിൽ ഇത്തിരിയും കൂടെ ലെവൽ കൂടിയിട്ടുള്ള ഇൻഇക്വാളിറ്റീസ് ക്വസ്റ്റ്യൻസും കോഡഡ് ഇൻഇക്വാളിറ്റീസും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ റെയിൽവേയിലായാലും അതേപോലെ തന്നെ IB എക്സാം നമുക്കറിയാം, ഇപ്പോൾ IB ACA വിളിച്ചിട്ടുണ്ട്. സോ അതിന് നമ്മൾ മെയിൻലി പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ SSCയുടെയും കൂടെ കുറച്ച് ലെവൽ കൂടുതലാണ് എന്ത് IBയുടെ എക്സാമിന് എന്ന് പറയുന്നത്. സോ ആ എക്സാമിന് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിലോട്ട് പോകാം. സെർട്ടൈൻ സൈൻസ് എന്ന് പറയുന്നത് A ഈക്വൽ ടു B, ഈക്വൽ സൈൻ വന്നാൽ A ഈക്വൽ ടു B എന്ന് പറയുന്നത് എന്താണ്? Aയും Bയും ഈക്വൽ ആണെന്നാണ് പറയുന്നത് അല്ലേ. സോ A ഈക്വൽ ടു B സൈൻ വരുന്നുണ്ട്. ദെൻ അടുത്തത് A ഗ്രേറ്റർ ദാൻ B, അടുത്തേതാണ് A ഈക്വൽ ടു B. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് A ഗ്രേറ്റർ ദാൻ B ആൻഡ് A ലെസ് ദാൻ B. ഈ 3 സൈൻസ് കാണുമ്പോഴും A ഈക്വൽ ടു B എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് സെർട്ടൈൻ ആയിട്ട് പറയാൻ പറ്റും. Aയും Bയും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ A ഗ്രേറ്റർ ദാൻ B എന്ന് പറഞ്ഞാൽ A Bയേക്കാൾ ഗ്രേറ്റർ ആണ്, സെർട്ടൈൻ ആയിട്ട് പറയുകയാണ്. ഇപ്പോൾ 2 നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ A എന്ന് പറയുന്ന നമ്പർ Bയേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും എന്ന്. ദെൻ അടുത്തത് A ലെസ് ദാൻ B എന്ന് പറഞ്ഞാൽ എന്താണ്? സെർട്ടൈൻ ആയിട്ട് നമുക്കറിയാം A എന്ന് പറയുന്നത് Bയേക്കാൾ ലെസ് ആണ്. ആ കണ്ടീഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ ഇനി അടുത്തതെന്ന് പറയുന്നത് ഏതാണ്? അൺസെർട്ടൈൻ ആയിട്ടുള്ള. അൺസെർട്ടൈൻ പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഏതൊക്കെയാണ് ആ സൈൻസ് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തതിനെയാണ് എന്ത് അൺസെർട്ടൈൻ സൈൻസ് എന്ന് പറയുന്നത്. അതിലേതൊക്കെയാണ്? A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. A എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു B വരുവാണെങ്കിൽ ഒന്നെങ്കിൽ A എന്ന് പറയുന്നത് ലെസ് ദാൻ ആകാം, അല്ലെങ്കിൽ എന്താവാം A എന്ന് പറയുന്നത് Bയോട് ഈക്വൽ ആകാം. ഈ 2 കണ്ടീഷനും എന്താണ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആണല്ലേ. A ലെസ് ദാൻ Bയും വരാം, അതേപോലെ തന്നെ A എന്താണ് ഈക്വൽ ടു Bയും. ഈ 2 കണ്ടീഷൻ ഇതാണ്, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ പറയത്തില്ല. അതേപോലെ തന്നെ A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B ആണെങ്കിലോ A എന്ന് പറയുന്നത് Bയേക്കാൾ ഗ്രേറ്റർ ആണ്, അതേപോലെ തന്നെ A എന്ന് പറയുന്നത് Bയോട് ഈക്വൽ ആണ്. ഈ 2 കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അത് അൺസെർട്ടൈൻ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇതിൽ ഏതാണ് ട്രൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. സോ ഇങ്ങനെയുള്ളതാണ് ഇൻഇക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഈ 3 സിമ്പിൾസും വെച്ചത് ഈ 3 ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈ 4 സിമ്പിൾസുകൾ വെച്ചിട്ടാണ് നമ്മുടെ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്ന മെയിൻലി ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. സോ ഒരു IBയുടെ ക്വസ്റ്റ്യൻ ലെവൽ ആണെങ്കിലും റെയിൽവേയുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലാണെങ്കിലും ഇൻഇക്വാളിറ്റീസ് വരുന്നുണ്ട്. സോ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ബാങ്കിൻ്റെ ലെവലിലേക്ക് പോകുമ്പോൾ ഇച്ചിരി കോഡഡ് ഇൻഇക്വാളിറ്റീസും കൂടെ അതിൽ കയറി വരും. നമുക്കിപ്പോൾ ഇത്രയും മാത്രം പഠിച്ചാൽ ഒരു ബേസിക് ടച്ചും പിന്നെ കുറച്ച് അഡ്വാൻസ് ലെവലും കൂടെ പഠിച്ചിരുന്നാൽ നമുക്ക് IBക്ക് വേണ്ടിയിട്ടും റെയിൽവേക്ക് കണ്ടിട്ടും ഇൻഇക്വാളിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് 100% മാർക്കും നമുക്ക് ഷുവർ ആകാൻ പറ്റും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. ഓക്കെ, സോ നമുക്ക് ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നത്, നമുക്കൊരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് പോവാം. നമ്മളിപ്പോൾ സെർട്ടൈൻ അൺസെർട്ടൈൻ 2 ഇത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. നമുക്കൊരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആകുമ്പോൾ അത് എങ്ങനെയൊക്കെ പോകുന്നു എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ A ലെസ് ദാൻ B ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ഈക്വൽ ടു D, ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ. എന്ന് വെച്ചാൽ A എന്ന് പറയുന്നത് ലെസ് ദാൻ B ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ഈക്വൽ ടു D.
ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത്. നമുക്ക് ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഇനീക്വാളിറ്റിയുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും, then അതിന് രണ്ടോ മൂന്നോ കുറച്ച് കൺക്ലൂഷൻസും കാണും. ഈ കൺക്ലൂഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടതായിട്ട് വരേണ്ടത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നമുക്ക് 2 കൺക്ലൂഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? എ ലെസ് ദാൻ സി എന്നും എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഈ 2 കൺക്ലൂഷനാണ് എന്തുള്ളത്, ഇതിൽ ഫ്ലോ ഈ 2 പാറ്റേൺ ചെയ്യുന്നത്. സോ ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എയും സിയും തമ്മിലുള്ള റിലേഷൻസ് ആണുള്ളത്. ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പൊസിഷൻസ് മാർക്ക് ചെയ്യുകയാണ്. എ എവിടെയാണ്? ഏതാണ്ട് ഫസ്റ്റ് പൊസിഷനിലാണ്, അതേപോലെ സി 3rd പൊസിഷനിലാണ് നിൽക്കുന്നത് അല്ലേ. എയും സിയും ആദ്യമേ ഈ കൺക്ലൂഷനിൽ നമ്മൾ മാർക്ക് ചെയ്യുക. ഏതൊക്കെ പൊസിഷനിലാണ് എയും സിയും വരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലോ എങ്ങോട്ടാണെന്ന് നോക്കുക. നോക്കി നമുക്ക് എപ്പോഴും ഇതാണ്ട് ഇങ്ങനൊരു സിമ്പിൾ തരുവാണെങ്കിൽ എന്താണ് നമുക്ക് ഫ്ലോ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും എന്ത് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനൊരു സിമ്പിൾ ആണെങ്കിലോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടായിരിക്കും എന്ത് ഫ്ലോ എന്ന് പറയുന്നത്. നമ്മൾ ഫ്ലോ ആണ് ഇവിടെ നോക്കുന്നത്. ഈ ഗ്രേറ്റർ ദാനും ലെസ് ദാനും സിമ്പിൾ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്ലോ എന്ന് പറയുന്നത്? ലെസ് ദാൻ ആണെങ്കിൽ എന്നുവെച്ചാൽ ഇപ്പം എ ലെസ് ദാൻ ബി എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നാണ്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കായിരിക്കും. ഇനി എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ബി എന്നാണെങ്കിൽ ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ്. ഈ 2 ഫ്ലോ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ക്വസ്റ്റ്യനിൽ പോകുമ്പോൾ A less than B less than or equal to C equal to D എന്നാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇപ്പോൾ ഒരു ലെസ് ദാൻ വരുവാണെങ്കിൽ ഫ്ലോ എങ്ങനെയാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഗ്രേറ്റർ ആണെങ്കിൽ എങ്ങനെയാണ് ഫ്ലോ എന്ന് പറയുന്നത്? എങ്ങനെയാണ്? നമുക്ക് ഫ്ലോ എങ്ങനെയാണ്? നമുക്ക് തിരിച്ചാണ് ഫ്ലോ എന്ന് പറഞ്ഞത്. ഇനി ഒരു ഈക്വൽ ടു സൈൻ തരുവാണെങ്കിൽ, നമുക്കൊരു ഈക്വൽ ടു ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഫ്ലോ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകാൻ പറ്റും. എന്ന് വെച്ചാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും എന്താണ് ഈക്വൽ ടുവിൻ്റെ ഫ്ലോ 2 പോകാൻ പറ്റും. ഇതാണ് ഈ 3 ഫ്ലോസ് എന്ന് പറയുന്നത്. വെച്ചാൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ആൻഡ് ഈക്വൽ ടു. ഇതിലാണ് ഇനീക്വാളിറ്റീസിൻ്റെ ഫ്ലോസ് വരുന്നത്. നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലോ എങ്ങോട്ടാണെന്ന് നോക്കുക. ആദ്യമേ നമുക്ക് ഏതൊക്കെയാണ് കൺക്ലൂഷന് വന്നേക്കുന്നത് അതെടുക്കുക. നമുക്ക് എയും സിയും ആണല്ലേ തന്നേക്കുന്നത്, എയും സിയും ആണ് തന്നേക്കുന്നത്. ഇനി എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ് തന്നേക്കുന്നത്. നമ്മൾ 2 പൊസിഷൻ മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ ഫ്ലോ എങ്ങോട്ടാണെന്ന് നോക്കാം. ഇവിടെ എന്താ ഫ്ലോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ആണ്, സോ ഫ്ലോ ഇങ്ങോട്ടാണ്. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോഴും ഫ്ലോ എങ്ങനെ തന്നെയാണ്? സ്ട്രൈറ്റ് തന്നെയാണ് അല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുവാണെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് തന്നെ ഫ്ലോ ആണ്. സോ കറക്റ്റ് ഫ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ ഫ്ലോ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഇത് നോക്കുവാണ്. എ ലെസ് ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ നോക്കി ഫ്ലോ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ബ്രേക്ക് ചെയ്യാണ്. നോക്കി ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ആണ്, പക്ഷേ ഇവിടുന്ന് ഒരു റിവേഴ്സ് ഫ്ലോ ഉണ്ട്. സോ ഇതിങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. സോ ഫ്ലോ ബ്രേക്ക് ചെയ്യാണ്. അവിടെ എന്താണ്? എയും സിയും തമ്മിൽ ഇവിടെ നമുക്ക് റിലേഷൻ പറയാൻ പറ്റത്തില്ല. ബട്ട് ഇവിടെ നോക്കി എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, ആദ്യമേ ഫ്ലോ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഫ്ലോ കറക്റ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഏതൊക്കെ സിമ്പിൾസ് ആണ് ഇവിടെ വരുന്നതെന്നാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ആദ്യമേ എന്താണ്? ഇവിടെ ലെസ് ദാൻ ആണ് വന്നേക്കുന്നത്, പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വന്നേക്കുന്നത്. സോ ഇവിടെ 2 സെയിം ആയിട്ടുള്ള ഏതാണുള്ളത്? ലെസ് ദാൻ അല്ലേ. ലെസ് ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. സെയിം ആയിട്ട് വരുന്ന സിമ്പിൾ ഏതാണെന്നാണ് ഇനി നോക്കേണ്ടത്. സോ സെയിം ആയിട്ട് വരുന്ന സിമ്പിൾ ഏതാണ്? ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇല്ല, ആകെ ലെസ് ദാൻ മാത്രമേ വരുന്നുള്ളൂ. സോ എയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എ ലെസ് ദാൻ സി എന്നായിരിക്കും. നമ്മൾ ആദ്യമേ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുക. ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം ഇപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ് തന്നിട്ടുള്ളത്? നമുക്ക് തന്നേക്കുന്നത് എയും സിയും ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ
എയും സിയും എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ ജസ്റ്റ് നോക്കുക. എയും സിയും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്ലോ നോക്കുക. ഫ്ലോ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഫ്ലോയ്ക്ക് ഒരു ഡൈവേർഷനും ഇല്ലാതെ ഫ്ലോ പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു റിലേഷൻ കിട്ടും. ഇനി അതിനെ രണ്ടിടത്തുനിന്ന് ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റിലേഷൻ കിട്ടില്ല. ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. സോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി. സോ എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് വന്നു. സോ ഇവിടെ എന്താണ്, നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ രണ്ട് സൈൻസ് ആണ് വരുന്നത്. സോ ഈ രണ്ട് സൈൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏതാണോ അതിൽ കോമൺ ആയിട്ടുള്ള സൈൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാനും ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എ ലെസ് ദാൻ സി ആകാം, അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി ആകാം. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്, ഒന്നുകിൽ എ ലെസ് ദാൻ, ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിത് അൺസർട്ടൈൻ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഒന്നുകിൽ എ ലെസ് ദാൻ സി ആകാം, അല്ലെങ്കിൽ എ ഈക്വൽ ടു സി ആകാം. ഇവിടെയോ എ ലെസ് ദാൻ സി എന്ന് പറയുന്നത് ഇതാണുള്ളത്. ഇതിൽ രണ്ടിലും ഏതാണോ കോമൺ ആയിട്ടുള്ളത്, ആ കോമൺ ആയിട്ടുള്ളതാണ് ഇത് നമ്മൾ എടുക്കേണ്ടത്. സോ കോമൺ ആയിട്ട് വരുന്നത് എ ലെസ് ദാൻ ഓർ ലെസ് ദാൻ സി ആണ്. സോ ഇതെന്താണ്, എ ലെസ് ദാൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇൻഇക്വാലിറ്റിയിൽ വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എ ലെസ് ദാൻ സി ആണ്. സോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യമേ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ഈക്വൽ ടു, ഇത്രയും സൈനുകളാണ് നമുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ ഫ്ലോ എങ്ങോട്ടാണെന്നാണ് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ലെസ് ദാൻ ആണെങ്കിൽ നമ്മുടെ ഫ്ലോ എങ്ങോട്ടായിരിക്കും, ഫ്ലോ എന്ന് പറയുന്നത് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും. ഫ്ലോ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ്. ഇനി ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും ഇതിൻ്റെ ഫ്ലോ. ഇനി ഈക്വൽ ടു ആണെങ്കിൽ രണ്ട് സൈഡിലേക്കും നമുക്ക് ഫ്ലോ ചെയ്യാൻ പറ്റും, രണ്ട് സൈഡിലോട്ടും ഫ്ലോ ചെയ്യാൻ പറ്റും. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൽ ഏതൊക്കെ പൊസിഷൻ ആണുള്ളതെന്ന് നോക്കുക. ഇപ്പോൾ എയും സിയുടെയും പൊസിഷൻ ആയതുകൊണ്ട് എയുടെയും സിയുടെയും പൊസിഷൻ മാർക്ക് ചെയ്തു. എ ലെസ് ദാൻ, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് മാർക്ക് ചെയ്തു. എയുടെയും സിയുടെയും പൊസിഷൻ മാർക്ക് ചെയ്തു. ഫ്ലോ എങ്ങോട്ടാണെന്ന് നോക്കി. ഫ്ലോ കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ഫ്ലോ ആണ് പോകുന്നത്. സോ നമുക്ക് ഫ്ലോ കറക്റ്റായിട്ട് വന്നു. ഇനി നോക്കേണ്ടത് രണ്ടിടത്തും കോമൺ ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത്. കോമൺ ആയിട്ട് ഇവിടെ ലെസ് ദാൻ ആണ് വന്നേക്കുന്നത്. സോ എ ലെസ് ദാൻ സി ആണ് എന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കൺക്ലൂഷൻ 1 ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, അതേ ക്വസ്റ്റ്യൻ ഞാനൊന്ന് തിരിച്ചിട്ടതേ ഉള്ളൂ. നോക്കി ആ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഈക്വൽ ടു ടി എന്നാണ് വന്നേക്കുന്നത് അല്ലേ. എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഈക്വൽ ടു ഡി, ഈ ഒരു ഇതാണ് വന്നേക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കൺക്ലൂഷനാണ് തന്നേക്കുന്നത്. എ ഗ്രേറ്റർ ദാൻ സി എന്നും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നുമാണ് തന്നേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് എയുടെയും സിയുടെയും പൊസിഷൻ മാർക്ക് ചെയ്യുക. സോ എയുടെ പൊസിഷൻ എന്താ, എ ആണ്. സിയുടെ പൊസിഷൻ ദെൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എയുടെയും സിയുടെയും പൊസിഷൻ മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ ഫ്ലോ എങ്ങോട്ടാണെന്ന് നോക്കി. എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എങ്ങോട്ടാണ്, നമ്മുടെ ഇങ്ങോട്ടാണ്. എപ്പോഴും നോക്കുക, എങ്ങോട്ടാണോ അതിൻ്റെ മൗത്ത് ഓപ്പൺ ആയിട്ടുള്ളത് അങ്ങോട്ടായിരിക്കും അതിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിളിൻ്റെ ആണെങ്കിൽ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൗത്ത് ഓപ്പൺ ആയിട്ടുള്ള ഏത് ഡയറക്ഷനാണോ അങ്ങോട്ടായിരിക്കും അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. സോ ഫ്ലോ ഇങ്ങനെ ആയിരിക്കും. സോ ഇനിയിപ്പോൾ ലെസ് ദാൻ ആണെങ്കിൽ മൗത്ത് ഓപ്പൺ ആയിട്ടുള്ളത് എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. സോ മൗത്ത് ഓപ്പൺ ആയിട്ടുള്ള പോർഷനിലേക്ക് എൻ്റെ ഫ്ലോ വന്നു. അടുത്ത ബിയും സിയും തമ്മിൽ നോക്കുമ്പോഴും ഫ്ലോ എങ്ങനെ തന്നെയാണ്. സോ ഫ്ലോയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. കണ്ടിന്യൂറ്റി ഉണ്ടായതുകൊണ്ട് നമ്മൾ ആദ്യമേ നോക്കുക, ഇവിടുത്തെ രണ്ടിടത്തെയും സിമ്പിൾസ് നമ്മളൊന്ന് ജസ്റ്റ് എഴുതും. ഒന്ന് ഗ്രേറ്റർ ദാനും ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്ന ഏതാണെന്ന് നോക്കുക. നമുക്ക് രണ്ടിടത്തും കോമൺ ആയിട്ടൊന്ന് എ ഗ്രേറ്റർ ദാൻ സി ആണ്. ഇനി ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ ഒന്ന് പറയുന്നത് എ ഗ്രേറ്റർ ദാൻ സി എന്നും അല്ലെങ്കിൽ എ എന്താണ് ഈക്വൽ ടു സി എന്നുമാണ് വരുന്നത് അല്ലേ. ഈ രണ്ടിടത്തുമാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് എന്താണ്, എ ഗ്രേറ്റർ ദാൻ സി ആണ് കോമൺ ആയിട്ടുള്ളത്. സോ നമ്മൾ കോമൺ ആയിട്ടുള്ളതിനെ എന്ത് ചെയ്തു എഴുതി. സോ ഏത് കൺക്ലൂഷനാണ്, എ ഗ്രേറ്റർ ദാൻ സി ആണ് എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത്. സോ കൺക്ലൂഷൻ 1 ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത്. സോ
സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ മാത്രം മതി. ഇത്രയും പാടുപോലും ഇല്ല. നമ്മൾ കുറേ നേരം ആക്കുമ്പോൾ ഫ്ലോ എങ്ങോട്ടാണെന്ന് എപ്പോഴും മൗത്ത് ഓപ്പൺ ആയിട്ടുള്ള പൊസിഷനിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫ്ലോ പോകുന്നത്. അത് മാത്രം ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെറാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ് വരുന്നത്. സോ വെറാൻഡ റേസിൽ ഓരോ ആസ്പിറൻസിന് വേണ്ടിയിട്ടും നമ്മൾ ആദ്യം ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞൊരു സർക്കിൾ, അത് കഴിഞ്ഞൊരു എക്സ്ട്രീം സർക്കിൾ, തന്നെ സൂപ്പർ ബാച്ച് ആൻഡ് ഒരു റിപ്പ് സെഷൻ, പിന്നെ ഒരു മോക്ക് ഇൻ്റർവ്യൂ. ഈ 6 സെഷനിലൂടെയാണ് വെറാൻഡ റേസിലെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസും പോകുന്നത്. ദെൻ ക്ലാസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫാക്കൽറ്റീസ് വന്നിട്ട്. ദെൻ ഒരു സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ പോയതിൻ്റെ കുറച്ച് മെറ്റീരിയൽ വെച്ചാൽ കുറച്ച് ലെവൽ കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സർക്കിളിൽ ഒരു മെൻറ്റർ സപ്പോർട്ടോട് കൂടി ചെയ്യുന്നുണ്ട്. ദെൻ ഒരു എക്സ്ട്രീം സർക്കിൾ എന്ന് പറഞ്ഞാൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നതാണ് എക്സ്ട്രീം സർക്കിളും. അതേപോലെ തന്നെ സൂപ്പർ ബാച്ച് എന്നും പറയുന്നത്. ദെൻ ഒരു റിപ്പ് സെഷൻ, പിന്നെ ഒരു മോക്ക് ഇൻ്റർവ്യൂ സെഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ വെറാൻഡ റേസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനിലോട്ടും ഈ 2 നമ്പേഴ്സിലോട്ടും കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കി, A > B < C എന്നാണ് കിടക്കുന്നത് അല്ലേ. A > B < C. ഈ ഒരു മെത്തേഡിൽ സോ A > B < C എന്നാണ് കിടക്കുന്നത് അല്ലേ. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എയും സിയും തമ്മിലുള്ള റിലേഷനാണ് എന്നോട് ചോദിച്ചേക്കുന്നത്. സോ എനിക്കിവിടെ എയും സിയും തമ്മിലുള്ള റിലേഷൻ ഇവിടെ നോക്കിയപ്പോൾ എയുടെയും സിയുടെയും പൊസിഷൻ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഫ്ലോ നോക്കിയപ്പോൾ എന്താണ് ഫ്ലോ എന്ന് പറയുന്നത്, നോക്കി A മൗത്ത് ഓപ്പൺ പാർട്ടിലോട്ടാണ് ഇതിൻ്റെ ഫ്ലോ. ഇവിടെയാണെങ്കിൽ ായിരിക്കും ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. സോ മൗത്ത് ഓപ്പൺ പാർട്ടിലോട്ട് ഫ്ലോ വരുമ്പോഴത്തേന് നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് വരുന്നത്. കണ്ടിന്യൂസ് അല്ല, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. നമുക്ക് 2 രീതിയിലോട്ടും പോകുന്നുണ്ട്. ഇനി എന്താ നോക്കണമെന്ന് പറഞ്ഞാൽ, ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്ക് 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ A < C എന്നും A < C എന്നും A = C എന്ന് പറഞ്ഞാൽ 3 കൺക്ലൂഷനും തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന 3 കൺക്ലൂഷനും ഇവിടെ തന്നിട്ടുമുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ നമ്മളൊരു നമ്പർ ഇട്ട് കൊടുത്ത് നോക്കുക. ജസ്റ്റ് ഒരു നമ്പർ ഇട്ട് കൊടുത്ത് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു നമ്പറാണ്, ഇപ്പോൾ 10 എന്ന് പറയുന്ന ഒരു നമ്പർ, 10 എന്ന് പറയുന്ന ഒരു നമ്പർ ബിക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബിക്ക് 10 ആണെങ്കിൽ എ എന്ന് പറയുന്നത് എന്താണ്, ബിയേക്കാൾ വലിയൊരു സംഖ്യയാണ് അല്ലേ. ബിയേക്കാൾ വലിയൊരു സംഖ്യയാണ് എ. സോ ബിയേക്കാൾ വലിയൊരു സംഖ്യ 10ൽ നിന്ന് ഞാൻ 11 ഇട്ട് കൊടുക്കുകയാണ് എന്ത്, എക്ക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ബിയേക്കാൾ വലിയൊരു സംഖ്യയാണ് സി എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു 12 ഇട്ട് കൊടുക്കും. സോ 10, 11, 12 എന്ന് പറഞ്ഞാൽ 3 ടേംസ് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ലേ. എ എന്ന് പറയുന്നത് ബിയേക്കാൾ ഗ്രേറ്റർ ആണ്, അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് സിയേക്കാൾ ലെസ്സുമാണ്. ഈ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും എയും സിയും തമ്മിലുള്ള റിലേഷൻ, എയും സിയും തമ്മിലുള്ള റിലേഷൻ നോക്കി, എ എന്താണ് ഇവിടെ < C ആണ് അല്ലേ. എ < C ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, നമ്മൾ വേറൊരു കണ്ടീഷൻ നോക്കുകയാണ്. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, എക്ക് ഞാൻ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത്, ബിക്ക് നേരത്തെ തന്നെ 10 ഇട്ട് കൊടുക്കുന്നത്. ഇനി എക്ക് ഞാൻ 11ഉം സിക്ക് ഞാൻ എത്രയാണ് 11 തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നോക്കി, എക്കും 11, സിക്കും എന്താണ് ഞാൻ 11 എന്ന് പറഞ്ഞ വാല്യൂ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ. നോക്കി, എ എന്ന് പറയുന്നത് ബിയേക്കാൾ ഗ്രേറ്റർ ആണ്, അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് സിയേക്കാൾ ലെസ്സുമാണ്. ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലേ. ഇവിടെ എന്താണ് കണ്ടീഷൻ വരുന്നത്, ഇവിടെ എയും സിയും തമ്മിൽ എന്ത് കണ്ടീഷനാണ് വരുന്നത്, എ എന്ന് പറയുന്നത് എന്താണ് = C വന്നല്ലേ. എ എന്ന് പറയുന്നത് സിയോട് ഈക്വൽ ആയിട്ട് വന്നു, A = C എന്ന് വന്നു. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്, സോ ABC ആണ്. ഞാൻ വീണ്ടും ബിക്ക് 10 തന്നെ, ബിയുടെ വാല്യൂ ഞാൻ മാറ്റുന്നില്ല, ജസ്റ്റ് അത് തന്നെ എടുത്തു. ഇനി എക്ക് ഞാൻ എന്ത് ചെയ്തു, ആദ്യമേ കൊടുത്തതിൻ്റെ റിവേഴ്സ് കൊടുത്തു. എക്ക് 12ഉം സിക്ക് എന്ത് ചെയ്തു 11ഉം കൊടുത്തു. ഇപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ കണ്ടീഷൻ. ബി എന്ന് പറയുന്നത് എയേക്കാൾ കൂടുതലാണ്, എ എന്ന് പറയുന്നത് ബിയേക്കാൾ കൂടുതലാണ്, അതേപോലെ തന്നെ സി എന്ന് പറയുന്നതും ബിയേക്കാൾ കൂടുതലാണ്. ആ ഒരു രീതിയിലല്ലേ വന്നേക്കുന്നത്. ഇവിടെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനല്ലേ ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ്, എ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനിൽ എന്താണ് എന്ന് പറയുന്നത്,
ഈ കണ്ടീഷനിൽ 11, 10, 12 വരുമ്പോൾ എന്താണ് കണ്ടീഷൻ? എ എന്ന് പറയുന്നത് ലെസ് ദാൻ സി ആണ്. നമ്മൾ തിരിച്ചാണ് എഴുതിയത്. എ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ സി എന്നാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ എ ഗ്രേറ്റർ ദാൻ എന്താണ്? സി ആകും അല്ലേ? എ ഗ്രേറ്റർ ദാൻ സി ആകും. സോ ഈ 3 കണ്ടീഷൻസ് നമ്മളൊരു ജസ്റ്റ് ഒരു നമ്പർ യൂസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഒരു നമ്പേഴ്സ് ഇങ്ങനൊരു കണ്ടീഷൻ വരുമെന്ന് വെച്ചാൽ ഫ്ലോയെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിൽ, നമുക്ക് ഫ്ലോ കിട്ടാത്ത രീതിയിൽ ഒരു നമ്പേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കുറച്ച് നമ്പേഴ്സ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ലെസ് ദാനും ഗ്രേറ്റർ ദാനും അല്ലേ? സോ ആ ഒരു രീതിയിൽ വെച്ച് ഒരെണ്ണത്തിനെ ബേസ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് നമ്പേഴ്സ് യൂസ് ചെയ്യുക. സോ നമ്പേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു 3 രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതെന്താണ്? എയ്തർ 1 or 2 or 3, ഈ 3 എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. ഈ 3 ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഒരു കണ്ടീഷൻ വന്നപ്പോൾ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ എൽ ഈക്വൽ ടു സി ഗ്രേറ്റർ ദാൻ എൻ ആൻഡ് ലെസ് ദാൻ എൻ ആണ്. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നതും എയും സിയും തമ്മിലുള്ള റിലേഷൻ തന്നെയാണ്. സോ നമ്മൾ ആദ്യമേ എയും സിയും മാർക്ക് ചെയ്യുക. സോ ഞാൻ എയും സിയും മാർക്ക് ചെയ്തു. ഇനി ഫ്ലോ എന്ത് ചെയ്തു? ഫ്ലോ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ ഫ്ലോ മൗത്ത് ഓപ്പൺ പാർട്ടിലോട്ടാണ്, ഇവിടെയും മൗത്ത് ഓപ്പൺ പാർട്ടിലോട്ടാണ്. മൗത്ത് ഓപ്പൺ പാർട്ടിലോട്ട് ഫ്ലോ. ദെൻ ഇവിടെയാണെങ്കിൽ 2 സൈഡിലോട്ടും ഫ്ലോ ഉണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ വരാം. പക്ഷേ ഞാൻ ഈ ഒരു ഫ്ലോ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ എല്ലായിടത്തും ഫ്ലോ മെയിൻറ്റേൺഡ് ആകുന്നുണ്ട്. സോ ഫ്ലോ മെയിൻറ്റേൺഡ് ആകുന്നുണ്ടെങ്കിൽ ഇതിലെല്ലായിടത്തും ഈക്വൽ ആയിട്ട് വരുന്ന, എല്ലായിടത്തും വരുന്ന ഒരു ഇതായിരിക്കും എന്ത്? സെയിം ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ലെസ് ദാൻ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ വീണ്ടും ലെസ് ദാൻ, പിന്നെ ഇവിടെ ഒരു ഈക്വൽ ടു വരുന്നു. സോ ഇവിടെ എല്ലാം കോമൺ ആയിട്ട് എന്താണുള്ളത്? ഒരു ലെസ് ദാൻ ഉണ്ടല്ലേ? ലെസ് ദാൻ ആണുള്ളത്. ഇവിടെ ഈക്വൽ ടു ആയതുകൊണ്ട് നോക്കണ്ട, എല്ലും സിയും ഈക്വൽ ടു ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അപ്പോൾ എന്താണ്? എല്ലിന് പകരം എനിക്കിവിടെ എന്ത് എഴുതാൻ പറ്റും? എനിക്കിവിടെ സി എന്ന് എഴുതാൻ പറ്റും അല്ലേ? എല്ലിന് പകരം എനിക്ക് അവിടെ സി എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ആ ഒരു ഇക്വേഷനെ എനിക്ക് എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ സി എന്ന് എഴുതാൻ പറ്റും. കാരണം എല്ലും സിയും ഈക്വൽ ആണ്. സോ ആ രീതിയിൽ എനിക്ക് ഇവിടെ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളത് എന്താണ്? ലെസ് ദാൻ ആണ്. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ എന്താണ്? സി. എ ലെസ് ദാൻ സി എന്നാണ് ഇവിടെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷനാണ് ക്ലിയർ. കാരണം എല്ലായിടത്തും കോമൺ ആയിട്ട് വരുന്നതാണ് നമ്മൾ എടുക്കേണ്ടത്. സോ എ ലെസ് ദാൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ നിങ്ങൾക്കത് ഹോംവർക്കായി തരുവാണ്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് എഴുതുക, ദെൻ ഇത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക. സോ നിങ്ങൾ ഇത്രയും ഇനിക്വാളിറ്റി എന്ന് പറയുന്നതിൻ്റെ ബേസിക് പോർഷനാണ് നമ്മളിന്ന് പോയത്. ഇനിക്വാളിറ്റി ബേസിസ് എന്ന് പറയുന്നത് നമ്മൾ റെയിൽവേക്കാണെങ്കിലും അതേപോലെ തന്നെ IB എക്സാമുകളായിരിക്കും. ഇപ്പോൾ IB ACAO വിളിച്ചിട്ടുണ്ട്. 15-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. സോ എല്ലാവരും മാക്സിമം അത് ചെയ്യുക. കാരണം ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് വരുന്നത് ഒന്നെങ്കിൽ എന്താണ് ഫെബ്രുവരി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും. സോ ഇപ്പോൾ നമുക്ക് അടുത്ത് വരുന്നൊരു എക്സാം അതാണ്. സോ ആ എക്സാമിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. സോ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്.